ഒരു കാർഡ് ഗെയിം നോക്കിയാലോ. ഇത് 2 ഏസ് കാർഡാണ്, ഹാർട്ട് ഡയമണ്ട്. ഓക്കെ, റെഡാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ വെക്കും. ഓക്കെ, ഇവിടെയുണ്ട് ലെറ്റിംഗ് കാർഡ്. ഓക്കെ, ഇനി ചെയ്യുന്നത് ഈ ഒരു കാർഡ്, അപ്പോൾ ഇതൊരു 50 കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് വെച്ചിട്ട് ഇതുള്ള കാർഡുകൾ ഞാൻ ഓരോന്നിൻ്റെ മുകളിലേക്കും കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തൊട്ട് മുന്നിലിരിക്കുന്ന ആൾക്ക് സ്റ്റോപ്പ് പറയും. ഓക്കെ, സ്റ്റോപ്പ് പറയുമ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കി. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11. എപ്പോൾ വേണേലും എന്ത് പറയാം, സ്റ്റോപ്പ് പറയാം. നമുക്ക് കറക്റ്റായിട്ടുണ്ടെന്നൊന്നുമില്ല, എപ്പോൾ വേണേലും എന്ത് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് പറയും, മുന്നിലിരിക്കുന്ന ആൾ സ്റ്റോപ്പ്. ഇതിവിടെ ബാക്കി വെക്കുന്നു. ഈ ഒരു കാർഡ് ഇപ്പോൾ ഞാൻ ചെയ്തതൊന്നുമല്ല, എവിടെയോ സ്റ്റോപ്പ് പറഞ്ഞു, നമ്പറൊന്നുമില്ല, ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കാർഡുകൾ ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 1 2 2 3 3 4 4 5 5 6 6 7 7 8 9 9 10 10 11 11 12 12. ഓക്കെ, മാജിക് കാണാം, രണ്ടും ഏസ് കാർഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, സിമ്പിളാണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ വെക്കുന്നു, ഈ കാർഡുകൾ ഇതുപോലെ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2 കാർഡ്, ഏസിൻ്റെ ബ്ലാക്ക് 2 കാർഡുകളും ഇതിൻ്റെ മുകളിൽ വെക്കും. ഓക്കെ, അപ്പോൾ ബാക്കി 2 ഏസ് കാർഡ് നമ്മളിവിടെ വെച്ചു. എന്നിട്ട് ഇതേ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കറക്റ്റായിട്ട് എന്ത് കിട്ടും, ഏസ് കാർഡ് കിട്ടും. ഇപ്പോൾ ഇവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറയാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ എങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും മുകളിൽ വരുന്ന 2 ഏസ് കാർഡുകളായിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി.